കുട്ടികൾക്കൊക്കെ 4 മണിക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ബോണ്ട. ചേരുവകൾ: ഗോതമ്പ് മാവ് 1 കപ്പ്, മൈദ 1 കപ്പ്, സവാള കുറച്ച്, ഇഞ്ചി, പച്ചമുളക്, ഉപ്പ് ആവശ്യത്തിന്, കുറച്ച് സോഡാപ്പൊടി. ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയും അതേ അളവിൽ മൈദാപ്പൊടിയും ചേർക്കുക. അതിനുശേഷം മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ശകലം സോഡാപ്പൊടി, 1 നുള്ള് അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ സോഡാപ്പൊടി അത് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് വെള്ളം, നമുക്ക് കുഴയ്ക്കാൻ ആവശ്യമായ വെള്ളം എന്ന് വെച്ചാൽ ചൂടുവെള്ളം എടുക്കണം. ഒത്തിരി ചൂട് വേണ്ട, ഒരു ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ട് കുഴയ്ക്കുക. കുഴച്ച് ഒരു അയവ് വരുന്ന ഒരു പരുവത്തിൽ കുഴച്ച് വയ്ക്കുക. കുഴച്ച് വെച്ചതിന് ശേഷം ഇത് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണം. നമ്മളിത് എടുക്കുക, മാവ് എടുക്കാം. ഇത് പൊങ്ങി വന്നിട്ടുണ്ട് മാവ്. അതിന് ശേഷം ഇതിലേക്ക് പച്ചമുളക്, ഉള്ളി, സവാള ഇത് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്നത് ഇപ്പോഴേ ചേർക്കാവൂ. അതിന് മുമ്പേ ഒന്നും ഇത് ചേർത്ത് വെക്കരുത്. അത് ആ മാവിൻ്റെ ആ കൺസിസ്റ്റൻസി കിട്ടത്തില്ല. ഇത് 3 കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. കറിവേപ്പില ഇടണം. കറിവേപ്പില ഇല്ലാഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇട്ടിട്ടില്ല. കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഇതെല്ലായിടവും വരണം, അതിനായി മിക്സ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഒരു സൈഡിൽ തന്നെ ഇരിക്കും. മിക്സ് ചെയ്തതിന് ശേഷം എണ്ണ ചൂടാക്കി, എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷമേ ഞാൻ ഇതിലേക്ക് ശകലം 1 നുള്ള് ജീരകം, സാധാ നമ്മൾ ഉപയോഗിക്കുന്ന ജീരകം ചേർത്ത് ഇളക്കി. അത് നല്ലതാണ്, ഒരു മണം കിട്ടും. ഞാൻ ഉപയോഗിച്ചേക്കുന്ന എണ്ണ സാധാ നമ്മുടെ വെളിച്ചെണ്ണ, ആട്ടിയ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. അതിനകത്താകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇച്ചിരി ജീരകം ഇട്ട് കൊടുത്ത് എണ്ണ തിളച്ചോ ഇല്ലയോ എന്നറിയാൻ ഞാൻ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മളിച്ചിരി ഈ ഉരുള ആക്കുമ്പോൾ കയ്യിൽ ഒട്ടാതിരിക്കാൻ ശകലം വെള്ളം എടുത്ത് കൈ നനച്ചതിന് ശേഷം ചെറിയ ഉരുളയായിട്ട് ഉരുട്ടി എണ്ണയിലേക്ക് പതിയെ ഇട്ട് കൊടുക്കും. ഇപ്പം ഒരു 6 എണ്ണം ഉരുട്ടി ഇടുന്നുണ്ട്. അത്രയും ഇതിനകത്തിപ്പോൾ പറ്റും. അതിനുള്ള എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ. എണ്ണ കൂടിപ്പോയാലും പാത്രത്തിൽ എല്ലാം കൂടെ കിടക്കത്തില്ല. അതുകൊണ്ട് ഒരു പകുതി വേവാകുമ്പോഴത്തേന് നമ്മൾ തീ കുറച്ചിടണം. ഇല്ലെങ്കിൽ ഇത് പുറം അങ്ങ് കരിഞ്ഞു പോവും, അകം വേവത്തുമില്ല. ഞാൻ ചെറിയ തീയിലാണ് ഇട്ടിരുന്നത്. പിന്നെ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് കഴിഞ്ഞ് അപ്പോൾ അത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് എടുക്കാം. ഇനി നമുക്കതെടുത്ത് എണ്ണ മാറ്റാൻ വെക്കാം. ഞാൻ ആദ്യം 6 എണ്ണം ചെയ്ത് അതിന് ശേഷം ബാക്കി ഇരുന്ന മാവ് 4 എണ്ണം കൂടെ ചെയ്ത് ഇതിൻ്റെ കൂടെ ചട്നി, വെള്ള ചട്നി കൂടെ ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ്. കൊച്ചുങ്ങൾക്ക് കൊടുക്കാനല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.